പെർഫോമൻസ് സൈക്കോളജി അവിടെ പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വെൻ യു ആർ ഓൺ ദ സ്പോട്ട് ലൈറ്റ്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ലീഡർ ഇൻ യു ക്രിയേറ്റ് ആവുന്നത്. ഞാൻ ഇന്ന് കവർ ചെയ്യുന്ന ഒരു ചെറിയ ടോപ്പിക്ക് പെർഫോമൻസ് സൈക്കോളജിയാണ്. പെർഫോമൻസ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരം പെർഫോം ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇത് പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ആണ് ഏറ്റവും ആദ്യം മുന്നിൽ നിൽക്കുക, അല്ലെ? നമ്മൾ മനസ്സ് കൊണ്ട് പലതും കാണുന്നു, അതിനുശേഷം അതിനെ റിയൽ പിക്ചറിലേക്ക് കൊണ്ടുവരും. അതൊരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചായാലും ഈവൻ വലിയ വലിയ ആർക്കിടെക്റ്റുകളെ സംബന്ധിച്ചായാലും നമ്മുടെ വീട്ടിൽ നോർമലി ഒരു പക്ഷേ ക്വിസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട്. സോ നമ്മുടെ മൈൻഡിലാണ് പലപ്പോഴും ആ ഒരു പിക്ചർ ആദ്യം വരുന്നത്. സോ ആക്ച്വൽ ഓർ വെർച്വൽ ശരിക്കും അങ്ങനെയുള്ളതാണെങ്കിലും അല്ലെങ്കിലും പലതരത്തിലുള്ള സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ്സ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ സൈക്കോ ഫിസിയോളജിക്കൽ എക്സ്പെരിമെന്റ് വഴി എന്താണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള സയന്റിസ്റ്റുകളൊക്കെ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുന്നതിന് പല ടെക്നിക്കുകൾ ഉപയോഗിക്കാം. അതിൽ ഒന്ന് ECG ആണ്. നമ്മുടെ ഹേർട്ടും പൾസും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ മെഷർ ചെയ്യാൻ പറ്റും, അല്ലെ? അതുപോലെ തന്നെ EMG നമ്മുടെ മസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, സോ ഈ EMG മുഖേനയാണെങ്കിൽ നമ്മുടെ ചില മസിലുകൾ എങ്ങനെയാണ് റിട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് സിഗ്നൽസ്, അതിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ഇത് നമ്മുടെ മനസ്സുമായിട്ട് എങ്ങനെ കണക്ട് ആവുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഡെർമറ്റോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കണ്ടക്ടിവിറ്റി ഓഫ് സ്കിൻ, സെൻസേഷൻ എങ്ങനെയാണ് സ്കിൻ എടുക്കുന്നത്, അതുപോലെ തന്നെ ന്യൂറോ ഇമേജിംഗ് പോലെയുള്ള കാര്യങ്ങൾ, മീൻസ് ബ്രെയിൻ ആക്ടിവിറ്റീസ്, EEG, ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ് മുഖേനയുള്ള അല്ലെങ്കിൽ ഫങ്ഷണൽ MRI പോലെയുള്ള ടെക്നിക്ക് വെച്ചിട്ട് ന്യൂറോ ഇമേജിംഗ് നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ഇതുവരെ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിൽ നമ്മൾ സംസാരിച്ച പെയിൻ എന്ന് പറയുന്നത് വെറുതെ അല്ലെന്ന് ഉറപ്പായില്ലേ? തീർച്ചയായിട്ടും അതിനൊക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ നമ്മുടെ ശരീരത്തിലുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഈ പെർഫോമൻസ് സൈക്കോളജി കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്? ഒരു പക്ഷേ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലാവാം. അതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മുടെ ഒരാൾക്ക് ഇപ്പൊ സ്റ്റേജിൽ ആദ്യമായിട്ട് കയറി നിന്ന് പ്രസംഗിക്കണം. ഈ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന സമയത്ത് അയാൾക്ക് പൂർണ്ണമായിട്ട് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ നാവിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? അയാൾക്ക് വേറെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ പെർഫോമൻസിന്റെ സമയത്ത് ഈവൻ വയറ്റിൽ ഒരു കാളൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അയാൾക്ക് ചിലപ്പോൾ ഉണ്ടാവാം. ഈവൻ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചിലും ചിലപ്പോൾ അത് സംഭവിക്കാം. ഇന്നത്തെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡീലാണ്, ഇന്ന് എനിക്കിത് ക്ലോസ് ചെയ്തേ പറ്റൂ എന്ന് തോന്നുന്ന സമയത്ത് അയാളുടെ മനസ്സ് സ്ട്രെസ്ഡ് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ശരീരവും മനസ്സും ഒരുമിച്ച് ഒരു ആക്ഷന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് ഇറങ്ങാൻ പോവാണ്. പക്ഷെ എന്തോ ഒന്ന് പിന്നോട്ട് വലിക്കുന്നു. ഒരുപക്ഷെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആവാം, ഇതിനു മുമ്പ് ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് അയാൾക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. സോ ഈ ഒരു പെർഫോമൻസ് സൈക്കോളജി അവിടെ പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വെൻ യു ആർ ഓൺ ദ സ്പോട്ട് ലൈറ്റ്. നിങ്ങൾ സ്പോട്ട് ലൈറ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാം. സോ എന്തൊക്കെയാണ് ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലും ഇതൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ്, ആ ഒരു സമയത്തുള്ള ഇമോഷൻസ് നമ്മുടെ ഫിസിയോളജിയെയും ബിഹേവിയറിനെയും, ജസ്റ്റ് ബോഡി ഫിസിയോളജി മാത്രമല്ല ഈവൻ നമ്മുടെ ബിഹേവിയറിനെ പോലും അത് സ്വാധീനിക്കും. ഇതുകൊണ്ട് പ്രധാനമായിട്ട് ഉണ്ടാവുന്ന ചില ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വെറ്റിംഗ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു കാളൽ, ഈവൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ലൂസ് മോഷൻ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. പ്രധാനമായിട്ട് ഇവിടെയും GI ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവാറ്. ചിലപ്പോൾ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഒക്കെ വരാം. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി മാനേജിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അതുകൊണ്ട് നമുക്ക് കോൺസെൻട്രേഷനും അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഇവന്റിൽ പെർഫോം ചെയ്യാനുള്ള നമ്മുടെ കോൺഫിഡൻസും കൂടും. സെൽഫ് കോൺഫിഡൻസ് ഉള്ളിടത്ത് ബാക്കി ഒരുപക്ഷെ ഫിയർ ഫാക്ടർ ഇല്ല. ഇത് നമ്മുടെ പെർഫോമൻസിനെ വളരെ കൂടുതലായിട്ട് മെച്ചപ്പെടുത്തും. ഈ വളരെ കൂടുതലായിട്ട് മെച്ചപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് പല സ്ഥലത്തു നിന്നും എന്തൊക്കെ സ്പോട്ട്ലൈറ്റിലാണെങ്കിലും വളരെ നല്ല അപ്ലോഡ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അവിടുന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ലീഡർ ഇൻ യു ക്രിയേറ്റ് ആവുന്നത്. ഈ ഇതുവരെ പറഞ്ഞ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിൽ പലതിലും നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതേ കാര്യം തന്നെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് നമ്മുടെ ലൈഫിനെ ഒന്ന് മെച്ചപ്പെടുത്താൻ പറ്റും. ഹെൽത്ത് ഫസ്റ്റ് അപ്രോച്ചിൽ ശരിക്കും 4 പില്ലേഴ്സ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്തൊക്കെയാണ്?
ഫുഡ്, നല്ല ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെ എക്സസൈസ്, വ്യായാമം, സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിലുള്ള ബേസിക് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതിലൊക്കെ എക്സസൈസ് ആവശ്യമുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് നല്ല ഉറക്കം. നല്ല ഉറക്കം കിട്ടാത്ത ആൾക്കാരിലാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ PMA, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡിന് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ പറയുന്നത്, ഇതിൽ മൂന്നിലും നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. എന്തിലും നമ്മൾ കയറി ഇടപെടുന്നതിന് പകരം വി ഹാവ് എ ചോയ്സ്. അത് മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. താങ്ക് യു.